दुआ बेटी, मैं अजनबी नहीं है। ये स्पेशल मिठाई ओनली केरलम मिलता है। ले लो, ले लो, ले लो। ആ നേരത്തെ എത്തിയാ? ഞാനൊന്ന് പുറയിലോട്ട് പോയതാ. ഞാൻ കൊടുന്നേക്കിട്ടാ. ആ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ മുട്ടായൊന്നും ആർക്കും വേണ്ടടോ. ഇതിപ്പോ അനക്കായിട്ട് കൊണ്ടെന്ന് വെച്ചതാ. അനക്കിപ്പോ ആർക്കാണ്? ഇതൊന്നും കഴിച്ചിട്ടില്ലാത്തൊരു കുട്ടിക്കാ. അഭിലാഷേ, എന്താ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട്? ഒന്നും പറയണ്ടടാ, നമ്മുടെ താജ് കൊണ്ടുവന്നതാ. ഓൻ്റെ ഒരു ചങ്ങായി പുതിയൊരു ഷോപ്പ് തുടങ്ങിയിരിക്കണ്. മറ്റേ ഈത്തപ്പഴവും ചോക്ലേറ്റും ഒക്കെ കിട്ടൂലേ, അതിൻ്റെ ഷോപ്പ്. അവിടെ നിന്ന് കൊടുത്തു വിട്ടതാ. ഒരു ലോഡുണ്ടടാ, ഒക്കെ ഫോറിനാ. അതെന്താടാ? ഇത് കുറച്ച് കുടംപുളിയാ. ആ, ഈ ഇരിക്കെ, ഓള് താജുവിനോട് വർത്താനം പറയാം. എന്റെ താജു, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ? ഇവിടെ ഇരിക്കേ. താജു ബ്രോ, അഭിലാഷ് ബ്രോ, എല്ലാം ഓക്കെ അല്ലേ ബ്രോ? പിന്നെ ഈ മന്തി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? തിരക്കേടില്ല. കൊച്ചിയിലെന്തോ പുതിയ ഷോപ്പ് തുടങ്ങുന്ന കാര്യം ഷെറിൻ പറഞ്ഞിരുന്നു. ഞാൻ വിട്ടു ബ്രോ, നമുക്കത് സെറ്റാവൂല. താജു ബ്രോ, താജു മാമ, നിങ്ങൾ ഇനി വരുമ്പോ എനിക്ക് സ്നിക്കേഴ്സ് ഉണ്ട് തന്നെ. സ്നിക്കേഴ്സ് പിന്നെ മറക്കണ്ട. താജു ബ്രോ. അഭിലാഷേ, ഷെറിൻ വിളിക്കണ്ട്. ഷെറിൻ വിളിക്കണം. രാവിലെ നല്ല ചൂടിലായിരുന്നല്ലോ. ഈ മനുഷ്യന്മാരൊന്നും വിചാരിക്കണ പോലല്ലടാ. എന്തേ? ഈ താജു അവൻ എന്നെ കല്യാണം ആലോചിച്ച്. വീട്ടുകാരാണെങ്കിൽ കട്ട സപ്പോർട്ടും. വാപ്പയാണ് മെയിൻ. ഇതിലെ കോമഡി എന്താന്ന് വെച്ചാ, അവൻ എന്നെക്കാട്ടി 3 വയസ്സ് ഇളയതാ. പക്ഷെ ഇതൊന്നും ആർക്കൊരു പ്രശ്നമല്ല. പൈസ ഉണ്ടല്ലോ. പിന്നെ അവസാനല്ലല്ലോ. എന്നിട്ട് ഈ എന്ത് പറഞ്ഞു? ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ മനുഷ്യന്മാരുടെ മനസ്സിലിരിപ്പ്. പക്ഷേ ഈ ഉണ്ടല്ലോ, ഈ മുത്താണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് മൈ ട്രൂ ഫ്രണ്ട്. അമ്മേ മുത്താണ്.
അഭിലാഷേട്ടാ എന്താ ഉറക്കം ഇത്? കസ്റ്റമേഴ്സ് കണ്ട എന്താ വിചാരിക്കാ? ദേ നിങ്ങളുടെ ഓള് കുറെ നേരമായിട്ട് വിളിക്കണ്ട്. ഹലോ ഷെറിനെ, ദേത്തി 5 മിനിറ്റ്. കുടികിടപ്പ് അവകാശ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, മുന്നാധാരം, പിന്നാധാരം, ഇനിയും കുറേ ഉണ്ട്. നമ്മൾ നല്ല ഡിലേ ആയിട്ടോ അഭിലാഷേ. അയ്യോ സോറി കേട്ടോ, ഞാനേ ഷോപ്പിൽ കിടന്ന് കുറച്ചേരം ഉറങ്ങിപ്പോയി. എന്തേ ഉറക്കം ശരിയാവണില്ലേ? അതെ, കുറച്ച് ദിവസമായിട്ട്. ഞാൻ വേണമെങ്കിൽ മരുന്ന് എഴുതി തരാം. വേണോട്ടാ, ശരിയായിക്കോളും. ഒന്ന് പോണ വഴിക്ക് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിർത്തുമോ? ആ വാപ്പേൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനുണ്ട്. ശരി. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ അവിടെ ഇരുന്നോളൂ. ആ വാപ്പയ്ക്ക് എന്താ പറ്റിയേ? ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷനാണ്. ആയുർവേദത്തിൽ മരുന്നില്ലാഞ്ഞിട്ടല്ല, എന്നോട് ചോദിക്കില്ലല്ലോ. വാശിയല്ലേ, വാശിക്ക് പിന്നെ ഒന്നിലും മരുന്നില്ലല്ലോ. ഇപ്പോഴും ഉണ്ടാറില്ലേ? എവിടെ? പ്രേമിച്ചൊളിച്ചോടി പോയ പെണ്ണ്, കുടുംബത്തിന് നാണക്കേട്. ഇപ്പതാ ഹസ്ബൻഡ് മരിച്ച് മോളുമായിട്ട് തിരിച്ചു വന്നേക്കണം. ഇനിയിപ്പോൾ തീവ്രവാദ ബന്ധ കേസൂടെ അറിയണം. നല്ല ഹാലായി. ആ അത് വിട്. ഇനി നേരെ വില്ലേജ് ഓഫീസ്. കുടികിടപ്പ് അവകാശ സർട്ടിഫിക്കറ്റ് അല്ലേ? തീവ്രവാദ ബന്ധമുള്ള കേസ്. തീവ്രവാദ ബന്ധമുള്ള കേസിന് എന്തിനാണ് കുടികിടപ്പ് അവകാശ സർട്ടിഫിക്കറ്റ്? Don't you think someone is fooling you? നിങ്ങൾക്ക് ഇതിലൊരു അസ്വാഭാവികതയും തോന്നില്ല? ബേസ്ലെസ് ആയ ഇത്രയും ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ആരാണ് നിങ്ങളുടെ അഡ്വക്കേറ്റ്? അഡ്വക്കേറ്റ് അജേഷ് ആലപ്പാട്ട്. വാട്ട് ഈസ് ഹിസ് ബാർ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ? ബാർ അതൊന്നും അറിയില്ല. അപ്പോ നിങ്ങൾക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ കേസിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയില്ല, ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയില്ല. ഇതൊരു നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കേസാണ്. The entire state is opposition party here, including the Prime Minister himself. 2020 ഒരു വ്യാജരേഖ കേസുമായി ഞാൻ കോടതിയിൽ അപ്പിയർ ചെയ്തപ്പോൾ I found the same points. സാറ്? I am Sulfikar, ഒരു കേസുമായി മെഡിക്കലിന് വന്നത്. അതെ. ഇത്ര നേരം എവിടെയായിരുന്നു? മൂത്രമൊഴിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. സ്ഥിരം പ്രതിയാന്ന് വെച്ചിട്ട് ഇത്ര ഫ്രീഡം തരണ്ട. പ്രതിയോ? നാഗമാണിക്കം കാണിച്ചു തരാന്ന് പറഞ്ഞു പറ്റിച്ച് സ്കൂൾ കുട്ടികളുടെ കാശടിച്ചു മാറ്റിയ കേസിലെ പ്രതിയാ. അതെ, പക്ഷെ എന്റെ കേസ് ഞാൻ തന്നെ വാദിക്കണം. നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞ നോട്ടൊക്കെ എഴുതിയെടുത്തോ, ആവശ്യം വരും. അപ്പൊ പോവാൻ സാറേ? പോവാം. പോയിട്ട് വരാം പെങ്ങളെ, പ്രാർത്ഥിക്കണേ.